കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിക്ക് നേരെ രാകേഷ് കിഷോർ എന്ന അഭിഭാഷകൻ ചെരുപ്പറിയാൻ ശ്രമിച്ചത്. കാരണം വളരെ വിചിത്രമാണ്. ഗവായ് സനാതനധർമ്മത്തിനെതിരെ നിലകൊണ്ടതാണത്രേ ആ അഭിഭാഷകനെ പ്രകോപിപ്പിച്ചത്. സനാതനധർമ്മത്തിന് നേരെയുള്ള അപമാനം ഇന്ത്യ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ തന്നെ അയാൾ ചെരുപ്പറിഞ്ഞത്. കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം. അതായിരുന്നു സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം ശരിക്കും നടന്നത്. ഇതിനിടെ എന്താണ് രാകേഷ് കിഷോറിനെ പ്രകോപിപ്പിച്ചതെന്നത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാർ കോടതി നടപടികളെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ലേ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന ചോദ്യം ഇവിടെ ഉയരുന്നുമുണ്ട്. ഖജുരാഹോയിലെ ജവാരി ക്ഷേത്രത്തിൽ വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കണമെന്ന ഹർജിയിൽ ബി.ആർ. ഗവായ് നടത്തിയൊരു പരാമർശം അത് വലിയ ചർച്ചയായിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് രാകേഷ് കിഷോർ ചെരുപ്പറിയാൻ ശ്രമിച്ചത്. കേസ് എടുക്കേണ്ട എന്ന നിലപാട് ഗവായ് സ്വീകരിച്ചതോടെയാണ് അഭിഭാഷകന് പുറത്തിറങ്ങാനായത്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ അങ്ങനെയൊന്നും കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവത്തിന് കാരണമായ ജസ്റ്റിസ് ബി.ആർ. ഗവായുടെ ആ നിലപാട് ഇങ്ങനെയായിരുന്നു. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലമാണ് മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രം. സെപ്റ്റംബർ 16-ന് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഒരു ഹർജി ഗവായ് അധ്യക്ഷനായ ഒരു ബെഞ്ച് പരിഗണിക്കുകയുണ്ടായി. ജവാരി ക്ഷേത്രത്തിലെ വിഷ്ണുവിന്റെ ശില്പം പുനർനിർമ്മിച്ച ശേഷം വീണ്ടും പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു ആ ആവശ്യം. രാകേഷ് ദലാൽ എന്നയാൾ സമർപ്പിച്ച ആ ഹർജിയെ പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബെഞ്ച് തള്ളുകയായിരുന്നു. വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കാത്തത് വിശ്വാസിയുടെ മൗലികാവകാശ ലംഘനമാണ് എന്ന വാദവും സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നില്ല. മാത്രമല്ല, ദൈവത്തിനോട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറയൂ എന്നും താങ്കൾ വിഷ്ണുവിന്റെ കടുത്ത ഭക്തനാണെങ്കിൽ പോയി പ്രാർത്ഥിക്കുമെന്നും ഗവായ് ഹർജിക്കാരനോട് പറഞ്ഞിരുന്നു. പൗരാണിക ചരിത്ര സ്മാരകങ്ങളെ ഈ നിലയിൽ മതപരമായ തരത്തിൽ ബന്ധിപ്പിച്ച് കോടതികളെ സമീപിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികളുടെ രീതി സമീപകാലത്ത് ഗൗരവമായ ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പബ്ലിസിറ്റി സ്റ്റണ്ട് ലക്ഷ്യമിട്ട് കോടതിയിലെത്തിയ ഹർജിയിൽ ജസ്റ്റിസ് ബി.ആർ. ഗവായ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. എന്നാൽ വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉണ്ടായത്. ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്നുവെന്ന് പറഞ്ഞ് വിശ്വ ഹിന്ദു പരിഷത്ത് ഗവായ്ക്കെതിരെ രംഗത്തു വന്നു. നോക്കി സംസാരിക്കണമെന്ന ഭീഷണിയും ഉണ്ടായി. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ബുദ്ധമത വിശ്വാസി കൂടിയായ ഗവായ്ക്കെതിരെ ഇത്തരം ഭീഷണികൾ ഉയരുന്നതും അത് യാദർശികമാകാൻ വഴിയില്ലെന്ന് വർത്തമാനകാല സാഹചര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ബാക്കിപത്രമായി വേണം കഴിഞ്ഞ ദിവസം ഗവായ്ക്ക് നേരെ ഷൂ എറിയാനുണ്ടായ ശ്രമത്തെ വായിക്കാൻ. ദൈവം തൻ്റെ സ്വപ്നത്തിൽ വന്നുവെന്നും എങ്ങനെയാണ് ഈ വിധി കേട്ട് വെറുതെ ഇരിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചുവെന്നുമുള്ള വിചിത്ര മറുപടിയാണ് ആ അഭിഭാഷകൻ നൽകുന്നത്. ഇതുകൂടാതെ ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാജിനെതിരെയുള്ള ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ബുൾഡോസർ നിയമങ്ങളുടെ കീഴിലല്ല എന്ന പരാമർശവും തന്നെ അസ്വസ്ഥനാക്കിയെന്നാണ് രാകേഷ് കിഷോർ പറയുന്നത്. ആരാധനാലയ നിയമത്തെ നോക്കുകുത്തിയാക്കി അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളിലും അല്ലാതെയും അവകാശവാദം ഉന്നയിക്കുന്ന സംഭവങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. നിരവധി പൊതുതാൽപര്യ ഹർജികളും മറ്റുമാണ് സമാന ആവശ്യങ്ങളുമായി കോടതിയിലെത്തുന്നത്. വർഗീയ ചേരിതിരിവ് ലക്ഷ്യമിട്ട് വരുന്ന ഇത്തരം ഹർജികളിൽ നിയമത്തിനുപരിയായ കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിൽ പല കോടതികൾ വിധി പറയുന്നതായും വിമർശനമുണ്ട്. ഇത്തരം നീക്കങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളിൽ അവ വലിയ കളങ്കമുണ്ടാക്കിയെന്നും വിമർശനവുമുണ്ട്. അത്തരത്തിലൊരു ശ്രമത്തെ ഗവായ് മുളയിലെ നുള്ളിയെന്നാണ് ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി വിലയിരുത്താൻ സാധിക്കുക. എന്നാൽ മതപരമായ ചിട്ടവട്ടങ്ങളുടെയും കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിൽ കോടതി വ്യവഹാരങ്ങളെ വിലയിരുത്തുന്ന കാഴ്ചപ്പാട് ഒരു വിഭാഗം വെച്ച് പുലർത്തുന്നുവെന്നാണ് ഈ ചെരുപ്പേറ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തീവ്ര വലതുപക്ഷ പാരമ്പര്യവാദങ്ങളെ എതിർത്താൽ പരമോന്നത കോടതിയാണെങ്കിലും മിനിമം ചെരുപ്പേർ ഉറപ്പാണെന്നുകൂടി ഈ സംഭവം പറയാതെ പറയുന്നുമുണ്ട്.